ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈമൂൺസ് കിച്ചൻ. ഇന്ന് ഞാനൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ദിവസമായിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ അല്ല, അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ചെറിയൊരു റെസിപ്പിയാണ്, ഒരു 5 മിനിറ്റിൻ്റെയും താഴെയുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലിപ്പം ഗീ ഉണ്ടാവും, എന്നാൽ ബട്ടർ ആണെങ്കിൽ അതേസമയം സ്റ്റോക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ നമുക്കിപ്പം ബട്ടറിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാനൊന്നും പോകണമെന്നില്ല, വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഈ ബട്ടർ ഉണ്ടാക്കാം. അതിന് നമുക്ക് ഗീ മാത്രമേ വേണ്ടുള്ളൂ. കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ ഗീ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടർ വീട്ടിൽ ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു റെസിപ്പി കാണാനായിട്ട് എല്ലാവരും വീഡിയോ കാണൂ, ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ബട്ടർ ഇതാ കണ്ടോ, ഇതാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ബട്ടർ. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല മണവും രുചിയും എല്ലാം ഉണ്ട് ഈ ഒരു ബട്ടറിന്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ അതേ ടേസ്റ്റിൽ തന്നെ കുറേ ദിവസമായിട്ട് ഈ ഒരു ബട്ടർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത്. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുമില്ല പണി. നമ്മുടെ വീട്ടിൽ എന്തായാലും ഗീ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ഗീ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഗീ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഗീൻ്റെ കൂടെ തന്നെ അതേ അളവിൽ ഓയിലും എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കിലൊക്കെ ആണെങ്കിൽ ഉപ്പ് വേണമെന്നില്ല, ഉപ്പില്ലാണ്ട് അൺസാൾട്ടഡ് ബട്ടർ ആക്കിയിട്ട് തന്നെ ഉണ്ടാക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നമ്മുടെ പുറത്തുനിന്ന് വാങ്ങുന്ന ബട്ടറിന് ആ ഒരു കളർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു കളറിന് ഞാൻ ഫുഡ് കളർ ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് വേണ്ടത്. ഒരു 4-5 ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് അടിച്ചെടുക്കുന്നത് മിക്സീൻ്റെ ജാറിലാണ്. ഇതല്ലാണ്ട് നമുക്ക് എഗ് ബീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രോസ്റ്റിങ്ങിനൊക്കെ ക്രീം ഫ്രോസ്റ്റ് ചെയ്യുന്നില്ല, അതേപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുക്കണം, എന്നാലേ ഇങ്ങനെ പതഞ്ഞ് നല്ല ക്രീമായിട്ട് വരുള്ളൂ. അപ്പം ഞാനിപ്പം വലിയ ഐസ് ക്യൂബ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നോർമലായിട്ടുള്ളതാണെങ്കിൽ ഒരു 3-4 ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഒരുപാട് സമയം പിന്നെ ഇങ്ങനെ അടിച്ചെടുക്കരുത്. ആ ഐസ് ക്യൂബ്സ് മെൽറ്റ് ആവുന്നത് വരെയൊന്നും അടിച്ചെടുക്കരുത്. ജസ്റ്റ് ആ ഒരു ക്രീമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള ഐസ് ക്യൂബ്സൊക്കെ നമുക്ക് അങ്ങ് എടുത്ത് മാറ്റിയേക്കാം. അങ്ങനെ ഇതിപ്പം ബട്ടറിനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ഇതിനിടയിൽ അവിടെ ഒക്കെ ഐസ് ക്യൂബ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ അങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ മെൽറ്റായിട്ട് ലൂസായി പോകും, പിന്നെ അതൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് അടിഞ്ഞ് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ക്രീമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലുള്ള ഐസ് ക്യൂബ്സൊക്കെ എടുത്ത് മാറ്റിയേക്കണം. എന്നിട്ട് ഇതേപോലെ ഞാനിപ്പോൾ ഒരു ബോക്സിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിൻ്റെ തന്നെ ആദ്യം പുറത്തുനിന്ന് വാങ്ങിയൊരു ബോക്സാണ്, ആ ഒരു ബോക്സിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ കുറഞ്ഞതൊരു 10-15 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും, നന്നായിട്ട് കട്ടയായി വരും. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് പിന്നെ പുറത്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ ഒരു 1/4 മണിക്കൂർ വെച്ചിട്ട് ഇങ്ങനെ പുറത്തെടുത്തതാണ്. നന്നായിട്ട് ബട്ടറായി വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ ഉണ്ട്, എന്താ പറയുക, നല്ല ടേസ്റ്റും ഉണ്ട്. പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയുള്ള ബട്ടർ കിട്ടിയിട്ടുണ്ട്. നല്ല മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ട്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ ഈ ബട്ടർ ഉണ്ടാക്കി നോക്ക്. എളുപ്പമല്ല, ഒരു പണിയും ഇല്ല. കുറച്ച് നല്ല ഗീ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഉപ്പ് നിർബന്ധമൊന്നുമില്ല, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അൺസോൾട്ടഡ് ബട്ടർ ആക്കിയിട്ട് നമുക്ക് ആക്കാം. അപ്പം ഞാനിപ്പം സോൾട്ടഡ് ബട്ടറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് എന്നോട് അഭിപ്രായം പറ. പുതിയ റെസിപ്പീസുമായി വ്ളോഗ്സും ടിപ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.